അപ്പോൾ ടുഡേയ്സ് വ്ലോഗ് ഇസ് അബൌട്ട് കുറച്ച് ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന കഴിഞ്ഞ ഞായറാഴ്ചയിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. സൺഡേ ആയതുകൊണ്ടും വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേക്കുന്നത് എത്ര ലേറ്റ് ആണെങ്കിലും ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എംറ്റി സ്റ്റൊമക്കിൽ കുറച്ച് വെള്ളം കുടിക്കുന്നത് പണ്ടേ തൊട്ടുള്ള ശീലമാണ്. മീമോന്റെ തൊട്ടിൽ ഈ ഒരു ബലൂൺ ഡോള് കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തതാട്ടത്. ഞാൻ വെളിച്ചം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയേ അല്ല. എന്നാലും ഒരു സൺഡേ വ്ലോഗൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് പോസിറ്റിവിറ്റിയും കുറച്ച് പ്രകാശം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അതേ സ്പീഡിൽ തന്നെ തിരിച്ചകത്തേക്കും വന്നു. ആൻഡ് ദെൻ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. വർക്കില്ലാത്ത ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലുമാണ് എനിക്ക് ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂട് കൂട്ടും പ്രോൺസ് റോസ്റ്റും കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ സെൽഫ് കെയറിന് തൊട്ട് മുന്നേ എൻ്റെ അലങ്കോലമായി കിടന്നിരുന്ന ബെഡിന് ഒരു കുട്ടി മേക്ക് ഓവർ കൊടുത്തു. അങ്ങനെ ഒരു അടിപൊളി ബാത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും മീമോനെയും ചേച്ചീനെയും പിക്ക് ചെയ്തിട്ട് അച്ഛനും അമ്മയും വന്നു. പിന്നെ കുറച്ച് നേരം മീമോന്റെ കൂടെ ആയിരുന്നു. ആൻഡ് ദെൻ ഐ ഹാഡ് മൈ ലഞ്ച് വിത്ത് ദിസ് ചേട്ടന്റെ അമ്മ ഉണ്ടാക്കിയ അടിപൊളി നെല്ലിക്ക അച്ചാറും രാവിലത്തെ പ്രോൺസ് റോസ്റ്റും. പിന്നെ അമ്മയും അച്ഛനും വന്നപ്പോൾ എനിക്കൊരു ഷാർജ ഷേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്റ്റർ മൈ ലഞ്ച് ഞാൻ അതും കുടിച്ചു. ലഞ്ചൊക്കെ കഴിഞ്ഞ് മീമോന്റെ കൂടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയിരുന്നെങ്കിൽ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ ഐ ടുക്ക് എ ക്വിക്ക് നാപ്പ്. ഈവനിങ് ഒക്കെ ഫംഗ്ഷൻ വരുമ്പോൾ റെഡി ആവുന്നതിന് ഒരു 3/4 മണിക്കൂറൊക്കെ മുന്നേ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാൽ മതി. മുഖത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഗ്ലോ വരും. അപ്പോൾ ഈ ഹൈലൈറ്ററിന്റെ സ്ട്രോക്ക് ക്രീമിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്തിനാ ക്വിക്ക് നാപ്പ് എടുത്തേന്ന്. മീമോ കുട്ടി ഉള്ളതുകൊണ്ട് ചേച്ചിയും അമ്മയും സ്റ്റേഡ് അറ്റ് ഹോം. ഞാനും അച്ഛനും കൂടിയാണ് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചത് എത്താൻ ലേറ്റ് ആവുന്നതാണ്. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ച് നേരത്തെ ആയിപ്പോയി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ് വെൽക്കം ഡ്രിങ്കിൽ ഉണ്ടായതുകൊണ്ട് അതൊക്കെ കുടിച്ചങ്ങനെ നിന്നു. വെഡിങ് കുറച്ച് റീസൺസ് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതിന്റെ ആഫ്റ്റർ പാർട്ടിയാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ന്യൂലി വെഡഡ് കപ്പിൾസ് വന്നു. കേക്ക് കട്ടിങ്, ഫോട്ടോ സെക്ഷൻസ് എക്സെട്ര എക്സെട്ര ഒക്കെ കഴിഞ്ഞു. പിന്നെ കേക്ക്, ഡെസേർട്സ്, ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ലതായിരുന്നു. വെജ്, നോൺ വെജ്, ലൈവ് തട്ടുകട, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് എനിക്ക് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞൊന്നും നിന്നില്ല. എല്ലാവരോടും ബൈ പറഞ്ഞ് നേരെ വീട്ടിൽ പോയി. ഡിസംബർ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട്. ചെറിയ തണുപ്പും പിന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്മസ് സ്റ്റാർസും ക്രിസ്മസ് ട്രീസും കുറെ ലൈറ്റ്സും അങ്ങനെ ഫുൾ ഓഫ് ക്രിസ്മസ് വൈബ്സ്. വീട്ടിലെത്തിയപ്പോൾ ദൈവത്തി കണ്ണും മിഴിച്ചിരിക്കുന്നു. പിന്നെ മീമോനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് നേരെ ഫ്രഷ് ആയി ബിഫോർ ബെഡ് കുറച്ച് വെള്ളം കുടിച്ച് ഉറങ്ങാൻ പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ഒന്നും മറക്കണ്ട.